ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ 2 ഉരുളൻകിഴങ്ങും 1/4 കിലോ ചിക്കനാണ്, അതായത് 250 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി ഒരു 8 എണ്ണം ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഇടുന്നത് ഇനി പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളകാണ്. അതും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിലും ഉരുളൻകിഴങ്ങിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് തിരുമ്പി ചേർക്കണം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ 2-3 ദിവസം മുൻപ് എടുത്തതാണ്, ഇടാൻ പറ്റാഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളമാവേണ്ട, അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ കൊണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് അതിലത്തെ കറിയൊക്കെ ഒന്ന് വറ്റി കിട്ടണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് അരിപ്പയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് പിഴിഞ്ഞെടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കനിലത്തെ ഉരുളൻകിഴങ്ങിലത്തെയും കറി നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2-ാം പാലും 1-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാൽ ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അതിൽ കിടന്നൊന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് കൂടെ ചെറുതായി വറ്റി കിട്ടണം. അപ്പോൾ അതാ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലത്തെ ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. സ്വല്പമാണ് ഉടച്ച് കൊടുക്കുന്നത്, ഫുള്ളായിട്ട് ഉടച്ച് കൊടുക്കണില്ല. ഇനി കുറച്ച് വറ്റിയ ശേഷം 1-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ച് ഒന്ന് ചെറുതായി കുറുക്കമായ ശേഷമാണ് ഇറക്കി വെക്കുന്നത്. ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ രീതിയിലല്ല, വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 2-4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളക് ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇളക്കിയ ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രുചിയാണ്, ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ അതാ നന്നായി ഉള്ളിയും എല്ലാതും നന്നായി മൂത്ത് കിട്ടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കറി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.